ഇപ്പോൾ അടുത്ത പാലം കൂടി വരുന്നുണ്ട്. അടുത്ത പാലം ടെർമിനലിലേക്കുള്ള അണ്ടർപാസാണ് വെച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ താഴെ കൂടി പോവാം. പോയി കാണുന്നതാണ് DP വേൾഡ് കണ്ടെയ്നർ ടെർമിനൽ. മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, അതിടുമ്പോൾ അത് അസമിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഇതിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കണ്ടെയ്നർ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. മുമ്പ് തരിശായി കിടന്ന സ്ഥലങ്ങൾ. ഞായറാഴ്ച കൊണ്ട് തിരക്ക് കുറവാണ്. അത് ഈ സമയത്തൊന്നും ഇങ്ങനെ വന്നാൽ പോരാ, നല്ല ഒരു മതൽമ നിറയെ കുറേ കോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടേൻ മറ്റേ DP വേൾഡിൻ്റെ പലതരത്തിലുള്ള പോസ്റ്റുകൾ. ഈ വേസ്റ്റുകൾ മറ്റു മാലിന്യങ്ങളുമായി കൂട്ടിക്കലർത്തൽ, രാത്രിയിൽ ഡിം ലൈറ്റ് ഉപയോഗിക്കുക, അമിതവേഗം അപകടം വരുത്തുമോ എന്നാവുന്ന ആവശ്യമാണ്. സുരക്ഷ വിലയേറിയത് മാത്രമല്ല അമൂല്യമാണ്. വൈദ്യുതി അമൂല്യമാണ്. വാഹനത്തിൽ വേഗതയുടെ സൗന്ദര്യം പ്രസരിപ്പിക്കുന്നതാണ്. ചെറിയ കുട്ടികളുടെ കൈപിടിച്ച ശേഷം മാത്രം റോഡിലൂടെ നടത്തുക. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ താഴെ കൂടി പോവാം, അതാണ് എളുപ്പം. ഒന്നാമത് ആ പാലേ കണ്ണു മൂക്കില്ല വരും അതിൻ്റെ മുകളിൽ. അപ്പോൾ DP വേൾഡിലേക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ബസ്സൊക്കെ അതിൻ്റെ താഴെ കൂടിയാണ് പോകണത്. മുകളിൽ കൂടി പോകേണ്ട ബസ്സുകൾ താഴെ കൂടി. റൈറ്റ് സൈഡിലൊക്കെ ഒരുപാട് കണ്ടെയ്നറുകൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വല്ലാർപാടം ബസിലിക്ക പള്ളി ഇവിടെ കഴിഞ്ഞു പോയി. ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പുറത്തൊരു പാലം കൂടി കാണാം. അതാണ് അടുത്ത 3ാമത്തെ ഗോശ്രീ പാലം. നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ 3ാമത്തെ ഗോശ്രീ പാലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആളുകൾ ചൂണ്ടിട്ടിട്ടുണ്ട്. ഗോശ്രീ പാലം ഇവിടെ ഒരു ഹാർബറുണ്ട്. അത് കാരണം ഫിഷിംഗ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആളുകൾ ചൂണ്ടിയിട്ടുണ്ട്. ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ആ ഭാഗത്ത് ആറാണ്. അപ്പം നമ്മൾ ഈ 3ാമത്തെ ഗോശ്രീ പാലം ചെന്ന് ഇറങ്ങുന്നത് കേറ്റങ്കരൂടെ കഥയ്ക്കണം. നമ്മൾ അറിയിച്ചത് കാളമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കല്ല. ഇവിടെ നിറയെ ബോട്ടുകളാണ്. ആ കാണുന്ന ഹാർബറാണ് ഇവിടെ. ജംഗ്ഷൻ കാളമുക്ക് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. കാളമുക്ക്
അപ്പോൾ നമുക്ക് വൈപ്പിൻ ജെട്ടിയിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് പോകാം. LNG റോഡ്, ആ LNG ടെർമിനലിലേക്ക് നേരെ, മുംബൈയിലേക്ക് റൈറ്റ്, ചെറായി ബീച്ചിലേക്ക് റൈറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഫിഷ് രാവിലെ ആളുകൾ മേടിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഈ ഭാഗത്ത് ഹാർബറിലുണ്ട് ഇഷ്ടംപോലെ മീൻ, ഇഷ്ടംപോലെ ആളുകൾ രാവിലെ തന്നെ വന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പം എന്ത് വിലയുണ്ടെന്ന് അറിയില്ല, വഴിക്ക് നോക്കാം. രാവിലെ ആകുമ്പോൾ ഫ്രഷ് സാധനം കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയില 50, ഇരുന്നാണ് കിലോ 50 രൂപ എന്നൊക്കെ പറഞ്ഞു. ഇത്ര നാൾ 300 രൂപ 400 രൂപ പറഞ്ഞിരുന്നതിന് കിലോ 50 രൂപ. ചെറിയ ഇതാണ്, ഫിഷുകളാണ്. അപ്പോൾ ഇപ്പോൾ ട്രോളിങ് കഴിഞ്ഞുകൊണ്ടായിരിക്കാം അവരത്രയും കിട്ടി, ചാകര വില കിട്ടിയെന്നാണ്. അപ്പോൾ അതുകൂടി വില കുറച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ നേരെ പോകുന്നത് LNG ടെർമിനലിലേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, റൈറ്റ് പോവാം. കാളമുക്കിൽ റൈറ്റ് ഇറങ്ങിപ്പോവാം. റൈറ്റ് പോവാം, അതാണ് എളുപ്പം. നല്ല വഴി ഇതാണ്. LNGൻ്റെ അതിൽ പോകുമ്പോഴേ ഇത് മോശം വഴിയാണ്. ഇപ്പോൾ നല്ല വെയിലായല്ലോ പെട്ടെന്ന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം. ഇതിപ്പോൾ തീരദേശ റോഡാണ് കേട്ടോ. തീരത്തിനോട് ചേർന്നുള്ള റോഡുകളാണ്. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെറായി ബീച്ചൊക്കെ എത്തും. എത്ര കിലോമീറ്ററിനൊന്നറിയില്ല. സമയം അവിടെ പോയിട്ട് നമുക്ക് നോക്കാം, കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നോക്കാം. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററിൻ്റെ അടുത്ത് കഴിഞ്ഞു എന്നാണ്. 15 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇവിടെ ഈ ഫിഷിങ്ങിനോടനുബന്ധിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ക്ഷേത്രമുണ്ട്, ശ്രീ മല്ലികാർജുന ക്ഷേത്രം. ഇവിടെ വലിയ ക്ഷേത്രമാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്ഷേത്രമാണ് മല്ലികാർജുന ക്ഷേത്രം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മുന്നോട്ട് പോയാണ്. മഹാരാഷ്ട്ര പഴയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, പഴയ കാലത്തെ വീടുകൾ. തീരദേശ ഹൈവേ എന്ന് പറഞ്ഞിട്ട് പണിത റോഡോ മറ്റോ ആണ് ഇത്. റോഡ് കുഴപ്പമില്ല, നല്ല റോഡാണ്, വേറെ ചാട്ടം കൂടിയൊന്നുമില്ല. അപ്പം നമുക്ക് ആയാലും മുന്നോട്ട് പോവാം. ഇതൊക്കെ മീൻ സ്റ്റോളുകളാണ്, പക്ഷെ ഒരു അടച്ചിട്ടൊക്കെയാണ്. അപ്പുറത്ത് കിട്ടുന്ന അത്ര വിലക്കുറവിൽ ഇവിടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ കാളമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് വലിയൊരു വാട്ടർ ടാങ്ക് പദ്ധതിയുടെ വലിയൊരു വാട്ടർ ടാങ്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോവാം. KWയുടെ ആണ്, കേരള വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട് കേട്ടോ, തൊട്ട് ചേർന്ന് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. വാൻട്രി റെഗുലേറ്റ് എളങ്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം LNG ടെർമിനലിലേക്കുള്ള വഴിയുണ്ട്. ആദ്യത്തെ ലെഫ്റ്റ്, വാട്ടർ ടാങ്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോവാം. കുറച്ച് ദൂരമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അതൊരു ഗ്രാമപ്രദേശം പോലെയാണ്. വെള്ളക്കെട്ടൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. ഇത് നമ്മൾ
ഈ വഴി പണ്ട് പോയൊരു വീഡിയോ ഉണ്ട് ഓൾറെഡി. ഇവിടെ ഒന്നും ഇങ്ങനെ ഈ റോഡല്ലായിരുന്നു, ഈ റോഡല്ലായിരുന്നു ഇവിടെ. വെറുതെ ഒരു മൺതിട്ടയാണ്. ആ വീഡിയോ ഉണ്ട്. അന്ന് അത്രയും ദൂരം നടന്നാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നത്. അത് നല്ല പച്ചപ്പുള്ളൊരു ഏരിയയാണ്. ഒരു വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. ഹോട്ടലാണെന്ന് അറിയില്ല. ചിലപ്പോൾ കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമായിട്ട്, കണ്ടെയ്നറല്ല മറ്റേ LNGയുടെ ഭാഗമായിട്ട് ഉള്ള ബിൽഡിംഗ് ആയിരിക്കും. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇവിടെയൊക്കെ ഈ കണ്ടെയ്നർ ലോറികളൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. പലതും കാട് കയറി ഒരു പരിവായി. അതിലും കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. പോണ വഴിക്ക് ജസ്റ്റ് ഒരു തോട് പോലെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തോണ്ട് ഒരു ചെറിയൊരു തോടും ഇവിടെ ചീന വലയൊക്കെ ഇട്ടിട്ട് ഒരു പാലമുണ്ട്. ചെറിയൊരു പാലം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കലിങ്ക്. ഇവിടെ ആ തോട് അങ്ങോട്ടാണ് പോണത്. കണ്ടലാണ് കേട്ടോ, കണ്ടലുണ്ട്. ഒരു ബോട്ട് ഏതോ ഒരു ഇതാക്കി ഉപയോഗിച്ചിരുന്നു. കണ്ടലാണ്. ഈ ഭാഗത്ത് നിറയെ കണ്ടലുകളാണ്. ഓക്കെ. അപ്പം ഇത് നമ്മളിപ്പോൾ കടന്നു വന്ന വഴി ഇതാണ് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അറേബ്യൻ ബുഫറ്റ്. അവിടെ നിന്ന് കണ്ടെയ്നർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഭാഗത്തു നിന്ന് റിപ്പയർ ചെയ്തിട്ട് വരുന്നതാണ്. അതായത് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്, ആ വഴിയിലേക്കാണ്. അങ്ങോട്ട് പോയാൽ